ഗായ്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിൽ ഒരു 1986 മോഡൽ ബജാജ് ചേതക് ഉണ്ട്. അതായത് ഏകദേശം ഒരു 40 കൊല്ലം പഴയ ഒരു വണ്ടി. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു 20 കൊല്ലമായി. അപ്പം 20 കൊല്ലം അച്ഛൻ മിലിറ്ററിയിൽ ഉണ്ടാകുന്ന സമയത്ത് വിരമിച്ച് വരുന്ന സമയത്ത് കൊണ്ടുവന്നതാണ്. ഈ വണ്ടി കേരളത്തിൽ ഓടാൻ തുടങ്ങിയിട്ട് കേരളത്തിൽ വന്നിട്ട് ഒരു 20 കൊല്ലമായി. അപ്പോൾ ആ കൊണ്ടുവന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ഫിറ്റ്നസ് തീർന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഒന്ന് പെയിൻറ്റും മറ്റുമൊക്കെ അടിച്ച് ഒന്ന് റീസ്റ്റോർ ചെയ്തിട്ട് ഫിറ്റ്നസ് എടുക്കാൻ കൊടുത്തു. അപ്പോൾ ഫിറ്റ്നസ് എടുക്കാൻ കൊടുത്തേ പിന്നെയാണ് നമുക്കത് മനസ്സിലായത് അതിന് ഫിറ്റ്നസ് കിട്ടൂല, കുറേ പ്രശ്നങ്ങളൊക്കെ ആയി. അപ്പോൾ നമ്മൾ അത് ഏത് കളറാണോ ആ വണ്ടി ഉണ്ടായത് അതേ കളറിൽ തന്നെയാണ് റീസ്റ്റോർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായത്. പിന്നെ അത് ആ സമയത്ത് ഇൻഡിക്കേറ്ററും കൂടി ഇല്ലാത്ത സമയത്ത് മാനുഫാക്ചർ ചെയ്തൊരു വണ്ടിയാണ്. അപ്പോൾ നമ്മൾ അതിന് ശേഷം അത് തൊട്ടിട്ടില്ല. അതൊന്ന് വണ്ടി ഒന്ന് സെറ്റപ്പ് ആക്കി വെച്ച് അവിടെ സൈഡിൽ വെച്ചു. പിന്നെ ഒരു സമയത്ത് അതിൻ്റെ പേപ്പറും സാധനങ്ങളൊക്കെ റെഡിയാക്കാമെന്നൊക്കെ വിചാരിച്ച് അവിടെ വെച്ചതാണ്. പിന്നെ അതിന് ശേഷം അത് തൊട്ടിട്ടില്ല. അതിനുശേഷം ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് അത് സ്റ്റാർട്ട് ചെയ്ത് നോക്കി. അപ്പോൾ അത് 2 കിക്കിലൊക്കെ അത് സ്റ്റാർട്ടായി. ഇപ്പോൾ അത് 15 കൊല്ലമായിട്ട് അത് നമ്മൾ തൊട്ടിട്ടുമില്ല, സ്റ്റാർട്ടാക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അത് അവിടെ ഇങ്ങനെ വെച്ചേക്കുക. ഇപ്പം അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശോകമാണ്. അപ്പം ഞാനത് കാണിച്ചു തരാം എന്താണ് അതിൻ്റെ അവസ്ഥ, എങ്ങനെയാണ് അതിപ്പോൾ ഉള്ളത്. എന്നിട്ട് നമുക്ക് നോക്കാം, അതിൽ പെട്രോളൊക്കെ അയച്ച് ഒന്ന് കോൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. 15 കൊല്ലത്തിന് ശേഷം നമുക്കിതൊന്ന് വർക്കാവോ ഇല്ലയോ, എന്താണ് അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ അവസ്ഥ, കണ്ടോ? ഫുൾ ഈ കച്ചറേൻ്റെ ഇടയിലാണ് ഈ വണ്ടി ഇപ്പോൾ ഇരിക്കുന്നത്. നമുക്കിതിനൊന്ന് പെട്രോൾ അടിച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതുപോലെ വേറൊരു ലെജൻഡറി വണ്ടിയും കൂടിയുണ്ട്. ഇതാ ആ കാണുന്ന അവിടെ നിർത്തിയിട്ടുള്ള ആൾട്ടോ വണ്ട. ആ ആൾട്ടോ എന്ന് പറയുന്നത് ഇന്നലെ എൻ്റെ മാമൻ അത് എന്തോ ആവശ്യത്തിന് കൊണ്ടുപോകണം, കുറേ ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയതാ. അതിൽ ഇന്നലെ 10 ആൾക്കാരാണ് പോയത്. 10 ആൾക്കാർ ആ വണ്ടിയിൽ പോയി. 10 ആൾക്കാരെ കൊണ്ടുപോകാൻ അവിടെ ഒരു i20 ഉണ്ട്. ഒരു i20 ഓൾറെഡി കിട്ടി. അതിൽ 10 ആൾക്കാർ കയറുന്നില്ല. ആദ്യം 7 ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ 10 ആൾക്കാർ കയറാത്തതുകൊണ്ട് ഇതാ ഈ വണ്ടി കൊണ്ടുപോയി 10 ആൾക്കാർ പുട്ടുപോലെ വലിച്ച് സുഖമായിട്ട്. അതുകൊണ്ടാണ് ഇതിനെ ആൾക്കാർ ലോഡ് ആൾട്ടോ എന്ന് പറയുന്നത്. സുഖമായിട്ട് വലിച്ചു. നോക്കാം നമുക്ക് ഇതിൽ പെട്രോൾ അടിച്ചിട്ട് എന്താണ് ഇതിൻ്റെ അവസ്ഥ ആണെന്ന് നോക്കാം. ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശോകമാണ്. ഇതിപ്പോൾ ഇവിടുന്ന് എല്ലാ കച്ചറികളും എടുത്ത് പുറത്തിട്ട് എല്ലാം ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ മുകളിലാണ് എല്ലാ വേണ്ടാത്ത സാധനങ്ങളും വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിത് ഓരോന്നോരോന്നായി എടുത്ത് പുറത്തേക്ക് വെക്കണം. ഇനിയിപ്പോൾ ആർക്കറിയാം ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പാമ്പോ പല്ലിയോ എന്തെങ്കിലും സാധനങ്ങൾ കൂട് കെട്ടിയിട്ടുണ്ടോ എന്താക്കിയിട്ടുണ്ടാവോ എന്നൊന്നും അറിയില്ല. ഇതിപ്പോൾ പണ്ട് ഇത് ഓടിക്കുന്ന സമയത്ത് ഫുള്ള് പുകയും 2 സ്ട്രോക്ക് വണ്ടിയാണ്. അപ്പോൾ കുറച്ച് ഓയിലും കുറച്ച് പെട്രോളും കൂടെ ഒഴിച്ചാൽ മാത്രമേ ഇത് എല്ലാം വർക്കാവും. ഇപ്പോൾ ഈ വണ്ടീൻ്റെ അവസ്ഥ നോക്ക്, ഫുള്ള് ഉറുമ്പും ചെതലും എല്ലാം പിടിച്ചിട്ടാണ് ഉള്ളത്. ഫുള്ളായിട്ട് എല്ലാ സൈഡും, അപ്പുറത്തെ സൈഡിൽ നിന്ന് മഴ പെയ്യുന്നതുകൊണ്ടേ ആ സൈഡിലേക്ക് തുരുമ്പ് കൂടാൻ ചാൻസാണ്. അവിടുന്ന് മഴ പെയ്ത് നേരെ ഈ എൻജിൻ്റെ ഭാഗത്താണ് ഇത് വന്ന് കൊള്ളുന്നത്. പിന്നെ ഇപ്പോൾ ഇത് സ്റ്റാർട്ടാകുമോ എന്നുള്ള കാര്യത്തിൽ നോക്കണം. എന്തായാലും സ്റ്റാർട്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം. ഇപ്പോൾ ഈ കച്ചറകളും സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടേ കുറേ ഈ പല്ലിയും മറ്റതൊക്കെ കയറി വരും. ഇപ്പോൾ ഒരു താക്കോല് ഞാൻ നോക്കിയപ്പോൾ ഒരു താക്കോല് കിട്ടി. ഇതിൻ്റെ താക്കോല് ഏതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ താക്കോല് കിട്ടി, അത് നോക്കിയിട്ട് നമ്മളത്തേക്ക് കയറുന്നില്ല. അങ്ങനെയെല്ലാം അടിച്ച് ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. നോക്കുമ്പോൾ ഫുള്ള് താഴെ ഉറുമ്പായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഇത് താക്കോല് കയറ്റി തിരിച്ചു നോക്കി ഫുള്ള്. ഇത് എങ്ങനെ നോക്കിയിട്ടും കുറേ പണിയെടുത്തു, തിരിയുന്നില്ല അത്. അവസാനം ഞാൻ വിചാരിച്ചു ഒരു കട്ടിംഗ് പ്ലെയർ കൊണ്ട് തിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് കട്ടിംഗ് പ്ലെയർ ഇട്ട് തിരിച്ചു നോക്കി. എങ്ങനെ നോക്കിയിട്ട് ഇത് തിരിയുന്നില്ല. ഇത് കുറച്ച് പവറിൽ തന്നെ തിരിക്കാൻ നോക്കി. അപ്പോൾ അങ്ങനെ തിരിച്ചാകുമ്പോഴത്തേക്ക് താക്കോലിൻ്റെ ഉള്ളിലിരുന്ന് തിരിഞ്ഞു. ഞാനിത് നോക്കുമ്പോഴത്തേക്ക് താക്കോലിൻ്റെ ഉള്ളിൽ നിന്ന് ആ കീൻ്റെ അകത്തുനിന്ന് ആ താക്കോലുള്ളിൽ ഇരുന്ന് കറങ്ങുക. അതിപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതിപ്പോൾ ഒന്നെങ്കിൽ ഇതിൻ്റെ കീ സെറ്റ് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ താക്കോൽ ഇതിൻ്റെ അല്ല. ഇതെങ്ങനെയല്ലോ വലിച്ചു ഊരി. നല്ല ട്രൈ ചെയ്തിട്ടാണ് ഇത് ഊരിയത്. എങ്ങനെയൊക്കെയോ വലിച്ചിട്ടാണ് അത് വന്നത്. നോക്കുമ്പോഴത്തേക്ക് ഇത് ഫുള്ള് താക്കോലുള്ളിൽ നിന്ന് തിരിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കിയിട്ടാകുമ്പോഴത്തേക്ക് ഇതിന് വേറെ താക്കോലുണ്ടോ എന്നാണ് തപ്പാൻ പോകുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു താക്കോല് കിട്ടി. ഇത് ഏതിൻ്റെയാണെന്ന് അറിയില്ല. അവിടെ ഒരു താക്കോല് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നോക്കാം. അങ്ങനെ നമ്മളതിൻ്റെ ബാക്കിലേ പോയി ഇതിട്ട് തിരിച്ചു നോക്കി. ഇത് തിരിച്ചു നോക്കി നമ്മൾക്ക് കീ സെറ്റടക്കം ഉള്ളിലേക്ക് പുറത്തേക്ക് വന്നു. അവസാനം ഇത് തന്നെയാണ് ഇതിൻ്റെ കീ. പണ്ടും ഇതിങ്ങനെ തിരിക്കുമ്പോൾ പുറത്ത് വരുമായിരുന്നു. അങ്ങനെ നമുക്ക് കീ സെറ്റ് ഇല്ലാണ്ട് ഇത് സ്റ്റാർട്ടാക്കാനില്ല. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് കീ സെറ്റൊന്നും വേണ്ട. ഇതിൻ്റെ ഫുള്ള് മെക്കാനിസം എന്ന് പറഞ്ഞാൽ പെട്രോൾ ഒഴിക്കുക, സ്റ്റാർട്ടാക്കുക, പോവുക. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി.
ഇതിൻ്റെ ടയറൊക്കെ ഭയങ്കര ജാമാണ്. ഇത് എടുത്തിട്ട് കുറേ കാലങ്ങളായതുകൊണ്ട് ജാമായതുകൊണ്ട് ഉന്തിയിട്ട് നീങ്ങുന്നില്ല. അങ്ങനെ ഇത് സൈഡിലേക്ക് ഇങ്ങനെ ചെരിച്ച് നോക്കുമ്പോഴത്തേക്ക് സ്റ്റാൻഡും അതൊക്കെ ഫുള്ള് തുരുമ്പ് പിടിച്ച് പൊട്ടി പാളീസായിട്ടാണ് ഉള്ളത്. നോക്കി അവസാനം അടിയിൽ നോക്കുമ്പോഴത്തേക്ക് ഫുള്ള് അധികം വലിയ തുരുമ്പുണ്ട്. പക്ഷേ പ്ലാറ്റ്ഫോമൊക്കെ ഡാമേജ്ഡാണ്. ആ പ്ലാറ്റ്ഫോം പൊട്ടി ആ സ്റ്റാൻഡ് അങ്ങനെ തന്നെ വെൽഡാക്കിയ സ്ഥലത്തുനിന്ന് ഊരിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും നടക്കുമോ നോക്കണം. ഈ സ്റ്റാൻഡ് പൊട്ടിച്ച് കളയാൻ നോക്കിക്കഴിഞ്ഞാൽ പൊട്ടുന്നുമില്ല. അത് ഫുള്ള് പ്രശ്നങ്ങളിലായിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഒന്നെങ്കിൽ ഇത് പൊട്ടിച്ച് കളയണം. ഇതിപ്പോൾ സ്റ്റാൻഡില്ലാണ്ട് വെക്കാനും പറ്റുന്നില്ല, പിടിച്ച് നിൽക്കേണ്ടി വരും. അങ്ങനെയാണുള്ളത്. അടിഭാഗം ഫുൾ ഇപ്പോൾ ഡാമേജ്ഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുകളിൽ ആ കാല് വെക്കുന്ന ആ ഒരു സ്പോട്ടിൻ്റെ ഭാഗമാണ് പൊട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ ഈ സൈഡിൽ നിന്ന് നമുക്ക് ഈ ലോക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻജിൻ്റെ ഭാഗം കാണാൻ പറ്റും. അങ്ങനെ അതിനാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സൈഡിൽ നിന്ന് ആ ലോക്ക് ഇങ്ങനെ വലിച്ച് ഊരി സൈഡിൽ നിന്ന് അത് ഊരി. അപ്പോൾ ഇത് നമ്മൾ പണ്ടൊരു സമയത്ത് സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ജസ്റ്റ് ഈ സൈഡിൽ നിന്നൊന്ന് ഊരിയതുള്ളൂ. അപ്പോഴത്തേക്ക് എലി കടിച്ചിട്ടോ മറ്റേ അതിൻ്റെ ഇത് പൊട്ടി, എയർ ഇൻടേക്ക്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലിറ്റർ പെട്രോൾ എടുത്തിട്ട് നോക്കാം ഇത് സ്റ്റാർട്ടാവുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ആ ഏരിയയിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തുടച്ച് പെട്രോൾ ഒഴിച്ചു. പെട്രോൾ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് പൊടിയുണ്ടോ തുരുമ്പ് പിടിച്ചിട്ടുണ്ടോ ഒന്നും അറിയില്ല. അതങ്ങനെ ഒഴിച്ചു. നോക്കാം ഇനി സ്റ്റാർട്ടായി, ഇല്ലെങ്കിൽ നോക്കാം എന്താണ് അവസ്ഥ എന്ന്. അങ്ങനെ ആ പെട്രോൾ നമ്മൾ ഒഴിച്ചു. ആ ഏരിയ ഒന്ന് ലോക്കാക്കി. അത് ലോക്കാക്കാൻ അതിന് ലോക്കൊന്നും വേണ്ട, താക്കോലൊന്നും വേണ്ട, വെറുതെ ഇട്ട് അങ്ങ് കറക്കിയാൽ മതി. അത് അങ്ങ് ഇതായിക്കോളും, ഊരിക്കോളും. അപ്പോൾ പണ്ട് നമ്മളിത് സ്റ്റാർട്ടാക്കണമെങ്കിൽ ആദ്യം നമ്മൾ എൻജിൻ്റെ സൈഡിലേക്ക് ഒന്ന് ചെരിച്ച് പിടിക്കണം. ഇങ്ങനെ ചെരിച്ച് പിടിച്ചാൽ മാത്രമേ എന്ത് പറ്റൂ, ഇത് ഇതിലേക്ക് അങ്ങോട്ടേക്ക് എണ്ണ ഇറങ്ങും. എൻജിനിലേക്ക് എണ്ണ വരണമെങ്കിൽ ഇത് അങ്ങോട്ടേക്ക് ചെരിച്ച് പിടിക്കണം. അങ്ങനെ നമ്മൾ ആ ഭാഗത്തേക്ക് ചെരിച്ചു. എന്നിട്ട് ഇത് ചവിട്ടി കൊടുത്തു. എൻജിൻ ഫ്രീ ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ നമ്മൾ ചവിട്ടി 2-3 വട്ടം ചവിട്ടി ഒന്നും സ്റ്റാർട്ടാവുന്നില്ല. ഒന്നും കൂടി ചെരിക്കാമെന്ന് വിചാരിച്ചു. ചെരിച്ച് നോക്കി, ഫുള്ള് ചെരിച്ചു. അങ്ങനെ ചെരിച്ച് അവസാനം ഇത് സ്റ്റാർട്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അങ്ങനെ ചവിട്ടി, ബാറ്ററി ഒന്നുമില്ല. അങ്ങനെ നോക്കി, ഇതിപ്പോൾ ചവിട്ടി അവസാനം ഇത് ജാമായി. എൻജിൻ ഫ്രീ ആണ്. നമ്മളിത് ആദ്യത്തെ 2-3 ചവിട്ടിലൊക്കെ ഇത് ചവിട്ടുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ചവിട്ടിയിട്ട് ചവിട്ടാന്നില്ല. ഞാനിപ്പോൾ ഈ വണ്ടി ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഗിയറിലിട്ട് എടുത്തു നോക്കി. പക്ഷെ ടയർ കുറച്ച് ജാമാണ്. പക്ഷെ ഇത് മുമ്പിലേക്കും ബാക്കിലേക്കും നമ്മൾ ചവിട്ടി ഉണ്ടാക്കി കൊണ്ടുപോയി, എന്നിട്ടും ഇത് ജാമാണ്. അങ്ങനെയാണ് ഉള്ളത്. അവസാനം ഇതിപ്പോൾ ചവിട്ടിയിട്ടാണ് വേറെ എന്തെങ്കിലും പിസ്റ്റൺ പിടിച്ചതാണോ എന്താണെന്ന് നമുക്ക് അറിയില്ല. ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് താഴെ ഇട്ടാൽ മതി. ഇനിയിപ്പോൾ ഈ സംഭവം അങ്ങനെ നമ്മൾ ഫെയിലായി. നോക്കാം ഇനിയിപ്പോൾ ഇതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ചെയ്യാം. ഭാവിയിൽ നമുക്ക് ഇതിനെ റീസ്റ്റോർ ചെയ്യാനുള്ള പ്ലാനുണ്ട്. അങ്ങനെ പണ്ടത്തെ ആ ലെജൻഡറി വണ്ടി പിന്നെയും ആ കൂട്ടിലേക്ക് കയറുവാണ്. സ്റ്റാൻഡും ഇല്ല, ചവിട്ടി സ്റ്റാർട്ടാവുന്നുമില്ല. അങ്ങനെ അത് പോയി അവസ്ഥയാണ്.